സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കോസ്റ്റസ് അഥവാ റെഡ് ബട്ടൺ ജിഞ്ചർ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മുടെ പണ്ട് കാലത്തുള്ള ഇൻസുലിൻ ചെടി അല്ലെങ്കിൽ ഇൻസുലിൻ ചെടി, അതുപോലെ തന്നെ ഒരു ഷാംപൂ ജിഞ്ചർ എന്നറിയപ്പെടുന്ന ചെടികളുടെയൊക്കെ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഷാംപൂ ജിഞ്ചറിൻ്റെ ഏകദേശം പൂവായിട്ട് സാദൃശ്യമുണ്ട് ഇതിന്. പക്ഷേ അതിൻ്റെ പൂവെന്ന് പറഞ്ഞാൽ ഒരു ടോർച്ചിൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. അത് പിഴിഞ്ഞ് അതിൽ നിന്ന് നമുക്ക് ഷാമ്പു പോലെ വന്ന് അത് മുടി കഴുകാനൊക്കെ നല്ലതാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, നല്ല നീളത്തിലൊരു സ്പൈക്ക് പോലെയാണ് വരുന്നത്. റെഡ് കളറാണ്. ഏകദേശം സാമ്യം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ രണ്ട് ചെടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ റെഡ് ബട്ടൺ ജിഞ്ചർ എന്ന് പറയാൻ കാര്യം, ആദ്യം ഈ പൂവ് ഉണ്ടാകുമ്പോൾ ചെറിയൊരു ബട്ടൺ, റെഡ് കളറിലുള്ളൊരു ബട്ടൺ രൂപത്തിലാണ് ഉണ്ടാകുന്നത്. പിന്നെയാണ് ഇത് ഈ സ്പൈക്കിന് നീളം വെച്ച് വരുന്നത്. അപ്പോൾ താഴേന്ന് ഓരോ പൂ ഇങ്ങനെ നീളം വെച്ച് വരുന്നതോറും അതിൽ നിന്ന് ഓരോ ചെറിയ ഓറഞ്ചും മഞ്ഞ നിറത്തിലുള്ള ചെറിയ പൂവാണ് ഉണ്ടാകുന്നത്. അത് ക്രമേണ അത് ഉണങ്ങി പോവുക ചെയ്യുന്നത്. അങ്ങനെ അറ്റം വരെ വന്നിട്ട് ഇത് ഒരു നീളത്തിലൊരു സ്പൈക്ക് പോലെ വരും. ഇതുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 1 മാസം വരെ നമുക്ക് കണ്ണിന് നല്ല വിരുന്നായിട്ടിങ്ങനെ നിൽക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രാവശ്യം നമുക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല. എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നൊരു ചെടിയാണിത്. പിന്നെ ഈ ഓരോ പൂവും ഇങ്ങനെ നീണ്ടു വന്നു കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങിപ്പോകുമെന്ന് പറഞ്ഞല്ലോ. ഉണങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്ക് ആ ഭാഗത്തു നിന്ന് വേരോട് കൂടി പുതിയൊരു ചെടിയായിട്ട് തന്നെയാണ് വരുന്നത് മുകളിൽ നിന്ന്. അത് നമുക്ക് ഓരോന്നേ ഇളക്കിയെടുത്തിട്ട് പുതിയ ചെടി നടാൻ പറ്റും. ഇനി അതല്ല, ഇത് ഇഞ്ചി പോലെ തന്നെ ആയതുകൊണ്ട് താഴെ നിന്ന് ഓരോ ബൾബ് രൂപത്തിൽ വരും. അതിൽ നിന്ന് ഓരോ ചെടിയും നമുക്ക് ഇളക്കിയെടുത്തായാലും പുതിയൊരു ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒന്നിച്ചൊരു കൂട്ടമായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും ഭംഗി. കുറച്ച് സ്ഥലമുള്ളവർക്ക് ഒരു നീളത്തിലൊരു രീതിയിൽ ഇത് നീളത്തിൽ ഇത് നടുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ സ്ഥലക്കുറവുള്ളവർക്ക് ഇതുപോലെ തന്നെ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടിയിലാണ്. ചെടിച്ചട്ടിയിൽ വെച്ചാലും അത്യാവശ്യം ഇത് ബുഷായിട്ട് വരും. നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ചെറിയൊരു എല്ലാം കൂടെ ഒരു കൂട്ടമായിട്ട് നിൽക്കുമ്പോഴും കാണാനും നല്ല ഭംഗിയാണിത്. ഈ ചെടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വിരുന്നായിരിക്കും. അതുപോലെ തന്നെ ഇഷ്ടംപോലെ തേനുള്ളത് കൊണ്ട് ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസും ഒക്കെ വരികയൊക്കെ ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു ആനന്ദകരമായ കാഴ്ചയാണ് ഈ ചെടി എന്ന് പറയുന്നത്. ഇതിൻ്റെ തൈ കിട്ടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ഗാർഡനിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു കളർഫുൾ ആക്കാനായിട്ട് നല്ലതാണ്. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ടൊക്കെ അറിയിക്കുക. ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.